നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വേക്കൻസിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടുവിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. LD ക്ലർക്ക്, MTS, ലൈബ്രറി അറ്റൻഡൻറ്റ്, ലാബോറട്ടറി അറ്റൻഡൻറ്റ്, ഹോസ്റ്റൽ അറ്റൻഡൻറ്റ് തുടങ്ങിയ വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 14 വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് എന്ന് പറയുന്നത് തിരുവാരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് പെർമനൻറ്റ് പോസ്റ്റുകളാണ് ഈ വേക്കൻസി എല്ലാം വന്ന്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതിൽ LD ക്ലർക്കിൻ്റെ 4 ഒഴിവുകളാണുള്ളത്. UR ഒരു വേക്കൻസി, EWS 1, OBC 1, SC 1. പേ ലെവൽ 2 വരുന്നതാണ്. സാലറി ഏകദേശം 35,000 കിട്ടുന്നതായിരിക്കും. MTSൻ്റെ 3 വേക്കൻസി ഉണ്ട്. ലൈബ്രറി അറ്റൻഡൻറ്റ് 2 വേക്കൻസി, ലബോറട്ടറി അറ്റൻഡൻറ്റ് 1 വേക്കൻസി, ഹോസ്റ്റൽ അറ്റൻഡൻറ്റ് 2 വേക്കൻസി. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ LD ക്ലർക്കിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ് വേണ്ടത്. ഇംഗ്ലീഷ് ടൈപ്പിംഗ് 35 വേർഡ്സ് പെർ മിനിറ്റ് അവർ ടൈപ്പിംഗ് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി നിങ്ങൾക്ക് ഏതൊരു സബ്ജക്റ്റിലും ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBC നോൺ ക്രിമിനലറിന് 3 വർഷത്തെ വയസ്സളവും SC STക്ക് 5 വർഷത്തെ വയസ്സളവും ലഭിക്കുന്നതായിരിക്കും. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫും 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ് പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ITI പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. 10th പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. ലൈബ്രറി അറ്റൻഡൻറ്റിൻ്റെ 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. +2 ആണ്. കൂടാതെ ലൈബ്രറി സയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലബോറട്ടറി അറ്റൻഡൻറ്റ് +2 സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഹോസ്റ്റൽ അറ്റൻഡൻറ്റ് 10th ആണ്. കൂടാതെ 2 വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഹോസ്റ്റലിലോ ക്യാൻറ്റീൻ, ഹോട്ടൽ, ഗസ്റ്റ് ഹൗസിലെല്ലാം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. 31 ഒക്ടോബർ 2024 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സമർത്ത് പോർട്ടൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ത്രൂ ആണ്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലൂടെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഫുൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ബാക്കിയുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്, അതുപോലെ നിങ്ങളുടെ കാറ്റഗറി കാറ്റഗറീൻ്റെ സർട്ടിഫിക്കറ്റ്സ്, റിസർവേഷൻ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ചിട്ടാണ് നിങ്ങൾ അഡ്രസ്സിലേക്ക് അയക്കേണ്ടത്. ജോയിൻറ്റ് രജിസ്ട്രാർ റിക്രൂട്ട്മെൻറ്റ് സെൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്, നീലക്കുടി, തിരുവാരൂർ. ഈ ഒരു അഡ്രസ്സിലേക്കാണ് 10 നവംബർ 2024 മുൻപ് അവിടെ എത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന കവറിൻ്റെ മുകളിൽ ടോപ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഏത് പോസ്റ്റാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ LDC ആണെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് LD ക്ലർക്ക് എന്ന് എഴുതേണ്ടതാണ് ടോപ്പ് ലെഫ്റ്റ് പോസ്റ്റിൽ. ഇമെയിലായിട്ടും ഫാക്സ് ആയിട്ടൊന്നും അവർ അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നില്ല. അപ്പം ബൈ പോസ്റ്റ് ആയിട്ട് തന്നെ അയച്ചു കൊടുക്കുക. ഓൺലൈനായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബൈ പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ ഓൺലൈൻ അപ്ലിക്കേഷൻ 31 ഒക്ടോബർ വരെ ചെയ്യാം. ഫീസ് വരുന്നത് UR OBC EWS കാൻഡിഡേറ്റ്സിന് 750 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇതാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിൻ്റെ കരിയർ പേജ്. ഈ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ആദ്യം റിക്രൂട്ട്മെൻറ്റ് ഓഫ് ടീച്ചിങ് പോസ്റ്റ് ഉണ്ട്. ടീച്ചിങ് പ്രൊഫഷണൽസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് താഴത്ത് കണ്ടാൽ റിക്രൂട്ട്മെൻറ്റ് ഓഫ് നോൺ ടീച്ചിങ് പോസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ, ഈ റിക്രൂട്ട്മെൻറ്റ് ഓഫ് നോൺ ടീച്ചിങ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇപ്പം കിട്ടിയ നിങ്ങൾക്കൊരു ഈ നോട്ടിഫിക്കേഷൻ നോക്കാവുന്നതാണ്. ഓൺലൈൻ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാറെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പേജിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ഇവിടെ കാണും ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിന് സൈൻ അപ്പ് ചെയ്യുക. സൈൻ അപ്പ് ചെയ്താൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങൾക്കൊരു യൂസർ നെയിം പാസ്വേഡൊക്കെ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ വന്നിട്ട് സൈൻ ഇൻ ചെയ്യുക. ഇതിൽ വന്നിട്ട് സൈൻ ഇൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്തതിന് ശേഷം ബൈ പോസ്റ്റ് അയക്കാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. തമിഴ്നാട്ടിലൊക്കെ പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 60 വയസ്സ് വരെ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാവുന്നതാണ്.